ഇത് നമുക്ക് മത്തി ബിരിയാണി ഉണ്ടാക്കുന്ന ഇനി നോക്കാം. സാധാരണ നമ്മൾ നെയ്മീൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. പക്ഷേ നല്ല നെയ്യുള്ള മത്തി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതേപോലെ ഒരു ഐഡിയ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബിരിയാണി നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസ് ഏകദേശം ഒരു 400 ഗ്രാം റൈസ് ഉണ്ടാവും. ഞാനിവിടെ എടുത്തേക്കണ മെഷറിംഗ് കപ്പ് 250 ml കപ്പാണ്. അപ്പോൾ അതിനകത്ത് 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 400 ഗ്രാം റൈസ് എടുക്കുക. ഇനി ഇത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പിന് 1.25 കപ്പ് വെള്ളം വെച്ചിട്ട് ചേർക്കണം. അപ്പോൾ 2 കപ്പ് എടുത്തപ്പോൾ 2.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ നിങ്ങളുടെ അടുത്തിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം 400 ഗ്രാം ബസ്മതി റൈസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളവെടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് 1/2 മണിക്കൂർ ഈ അരി ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുക. ഒരു 20 മിനിറ്റ് തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിൽ കൂടുതൽ സമയം ഇടരുത്. കുറേ സമയം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ അരിയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അരി നല്ല സോഫ്റ്റായിട്ട് വരും. ഈ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 കപ്പ് വെള്ളവും ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ബേ ലീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വഴനയില എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് എൻ്റെ കയ്യിലിവിടെ ഉള്ളത് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3-4 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ചേർത്താൽ മതി. പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ചേർക്കണ പോലെ പുതിനയിലയും വേണം, മല്ലിയിലയും വേണം. മല്ലിയില കൂടുതൽ ചേർക്കുക, പുതിനയില കുറച്ച് ചേർക്കുക. രണ്ടും ചേർക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ല എന്ന് വെച്ചിട്ടും. അപ്പോൾ സവോള ഞാനിവിടെ 2 മീഡിയമാണ് എടുത്തേക്കുന്നത്. അങ്ങനെ സവോളയ്ക്ക് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല, കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഈ സവോള ഓയിലിട്ടിട്ട് മൊരിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ട് മൊരിച്ചിട്ട് എടുക്കണം. അതേപോലെ തന്നെ ഈ കാഷ്നട്ടും ഒന്ന് വറുത്തിട്ട് എടുക്കണം. ഇനി നിങ്ങൾക്ക് കാഷ്നട്ടിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്തും വറുത്തിട്ട് ചേർക്കാം. തേങ്ങക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ബിരിയാണിയിലേക്ക് വറുത്തിട്ട് ചേർക്കുന്നത്. ഇനി ബിരിയാണിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മീനാണ് വേണ്ടത്. ഞാനിവിടെ മത്തിയാണ് എടുത്തേക്കുന്നത്. മത്തി നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല നെയ്യുള്ള മത്തിയാണെങ്കിലായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഇതേപോലത്തെ 5 വലിയ മത്തി എടുത്തിട്ടുണ്ട്. ഈ മത്തീനെ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മത്തിയിലേക്ക് മസാല ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 14 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അത് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ, നല്ല തിക്ക് പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് മുഴുവനും ഈ മീനിലേക്ക് മസാല പറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ഇതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തക്കാളിയും കൊണ്ട് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കും. ആ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇട്ടെടുക്കുക. പിന്നെ മീനിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം, കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് മീനിലേക്ക് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ ബിരിയാണിയിലേക്ക് തക്കാളി കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സവോള വേണം. സവോള ഒരു മീഡിയം സവോള ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനിലേക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കും. ബാക്കിയുള്ളത് ഈ തക്കാളി വഴറ്റിയിട്ട് എടുക്കുമ്പോൾ ഈ തക്കാളിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം, ഗരം മസാലയും വേണം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ബസ്മതി റൈസ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരമണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഈ മീനിലേക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കാണ്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അരഞ്ഞ് കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കൂടുതൽ ചേർക്കും. കുറേ വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ മീനിലേക്ക് മസാല മിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മീൻ എടുക്കുക. ഈ മീനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം പല മുളകിൻ്റെ പൊടിക്കും പല എരിവായിരിക്കും. ചില മുളകിൻ്റെ പൊടിക്ക് നല്ല എരിവുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളകിൻ്റെ പൊടിയാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ കുരുമുളകിൻ്റെ പൊടി ചേർക്കണേ കറക്റ്റായിട്ട് ഒരളവില്ല, ഏകദേശം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോഴായിരിക്കും മീനിൻ്റെ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കുക. അതേപോലെ ഇങ്ങനെ ഈ വരഞ്ഞേക്കണേൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ശരിക്കും പിടിക്കുക. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിപ്പോൾ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ നേരം വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഈ തക്കാളി നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് നീക്കി വയ്ക്കുക. ഞാനിവിടെ ഒരു മീഡിയം സവാള നേരത്തെ തന്നെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഒന്ന് കീറിയിട്ട്. ഇപ്പോൾ തക്കാളി കൊണ്ട് മസാല ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഒന്ന് വറുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ സവാള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൊരിയാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഈ സവാള മൊരിയിച്ചെടുക്കുന്നതിന് നല്ലൊരു കളറും കിട്ടും, പിന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ സവാള വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി കാഷ്യൂനട്ട് വറുത്തെടുക്കുക. മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. മീൻ വറുത്തിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ മീൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ തക്കാളിയുടെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി മീൻ വറുത്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് മീൻ വറുത്തെടുക്കരുത്. കാരണം ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. കാരണം ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ തക്കാളിക്കും വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ബിരിയാണിയിലേക്കും വരും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അല്ലെങ്കിൽ അതിനകത്ത് മസാലയൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് പോവുകയും ചെയ്യും. വെളിച്ചെണ്ണ അങ്ങോട്ട് കരിഞ്ഞ് പോയിട്ട് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട്, സാധാരണ നമ്മൾ മീനൊക്കെ വറുത്തിട്ട് എടുക്കണ പോലെ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചിട്ട് എടുക്കണ്ട, ഒന്ന് പൊള്ളിച്ച പോലെ ഇടുക. ഇത് മൂടി വയ്ക്കാം. അപ്പോൾ മീൻ പൊള്ളിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കുക. ഇനി മീൻ വറുത്തെടുത്തേക്കണ ഈ സെയിം ഓയിലിലേക്ക് തന്നെ സവോളയും പച്ചമുളകും ചേർക്കാം. അപ്പം മീൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ ഇങ്ങനെ കണ്ടമാനം വെളിച്ചെണ്ണയിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം മീൻ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് കരിഞ്ഞ പോലെയാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം.
ഞാൻ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണ്ട. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളകിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. കാരണം മുളകിൻ്റെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഗരം മസാല ചേർക്കുക. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. കാരണം സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഗരം മസാല കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും അത് ആ ബിരിയാണിയുടെ കൂടെ ആ ടേസ്റ്റ് അങ്ങനെ ചേർന്ന് പോകും. ഇനി തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് ഇത് മൂടി വയ്ക്കുക. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. ഇതിലേക്ക് മല്ലിയില ചേർക്കുക. ഇതേപോലെ ഒരു 2 പിടി മല്ലിയില ചേർക്കുക. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനിയിപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ മീൻ ചേർക്കുക. ഇപ്പം മീൻ വറുത്തതിൻ്റെ കുറച്ച് പൊടിയും ഉണ്ടായിരുന്നു. അത് ഞാൻ ആ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് ചേർക്കാം. ഈ മീൻ നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ തീയങ്ങനെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ആ വെളിച്ചെണ്ണയുടെ അടിയിൽ പിടിച്ചിരിക്കുന്ന ആ പൊടിയൊക്കെ എടുക്കുമ്പോൾ അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ മീൻ വറുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് മീൻ കുറേ നേരം ഇട്ടിട്ട് വറുക്കാണ്ട് ഒന്ന് പൊള്ളിച്ചിട്ട് ഇടുക. ഈ മീനിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മസാലയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ബിരിയാണിയിൽ ചേർക്കാനുള്ള മത്തി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഈ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കുക. ഈ ബിരിയാണി നമ്മൾ കുക്കറിലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലേക്ക് കുതിർത്തി വെച്ചേക്കണ അരി ചേർക്കുക. അരിയുടെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് അരി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർക്കുക. വലിയ ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുംജീരകം. ബേ ലീവ്സ് ചേർക്കുക. മല്ലിയില ചേർക്കുക. പുതിനയില ചേർക്കുക. മല്ലിയില എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കുക. പുതിനയില അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കണ്ട. ഈ അരിയുടെ മുകളിലേക്ക് ആ മീനിൻ്റെ മസാല ചേർക്കുക. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുക. വെള്ളം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി ചോറിലേക്കുള്ള ഉപ്പും വേണം. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഏറ്റവും ആദ്യം ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളവും ഉപ്പും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇടണ്ട. കാരണം ഈ കറിയിൽ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ. എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇടാം. ഇതിലേക്ക് സെപ്പറേറ്റ് നെയ്യൊന്നും ചേർക്കണില്ല. അപ്പോൾ ആ മീൻ നമ്മൾ വറുത്തെടുത്തേക്കണ അത്യാവശ്യം വെളിച്ചെണ്ണയ്ക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രയ്ക്കും തന്നെ മതിയാവും. ഈ കുക്കർ അടച്ച് വയ്ക്കുക. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് 2 വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്നാൽ മതി. ഇപ്പോൾ കുക്കറിൽ നിന്ന് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന്
ആവി മുഴുവനും പോയിട്ടുണ്ട്. ആവി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് തുറക്കാം. ബിരിയാണിയുടെ അരിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ മത്തീനെ എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചിലപ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. കുക്കറിൻ്റെ അടിയിലായിരുന്നാലും ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല. റൈസ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഈ ബിരിയാണിയുടെ മുകളിലേക്ക് മത്തി വയ്ക്കുക. മത്തി ഇതേപോലെ നിങ്ങൾ ഏറ്റാതെ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബിരിയാണിയുടെ കൂടെ ഇട്ടാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. നേരത്തെ തന്നെ വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. ഇപ്പോൾ ഈ ബിരിയാണി കുക്കറിൻ്റെ അടിയിലായിരുന്നാലും ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റ് അളവിൽ വെള്ളം ചേർക്കാം. ഇപ്പോൾ മത്തി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ എടുക്കണ മത്തിക്ക് അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതേപോലെ നല്ല കറക്റ്റ് പാകത്തിന് റൈസ് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.